നിങ്ങൾ വീഡിയോ കാണാൻ ക്ലിക്ക് ചെയ്ത സ്ഥിതിക്ക് നമുക്കൊരു കുഞ്ഞു പരീക്ഷണം നടത്തിയാലോ? നിങ്ങളിപ്പോൾ സ്ക്രീനിൽ 3 ഐസ്ക്രീം ഫ്ലേവേഴ്സ് കാണാൻ പോവുകയാണ്. എന്നിട്ട് ഞാൻ കുറച്ച് സെക്കൻഡുകൾ തരും. നിങ്ങളതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 എണ്ണം തിരഞ്ഞെടുക്കണം. ചെയ്തോ? അത് എളുപ്പമായിരുന്നു അല്ലേ? ഇനി വീണ്ടും സ്ക്രീനിലേക്ക് നോക്കുക. ഇപ്പോൾ നിങ്ങൾ കാണുന്നതിൽ 24 ഐസ്ക്രീം ഫ്ലേവേഴ്സ് ഉണ്ട്. ഇതിൽ 2 എണ്ണം തിരഞ്ഞെടുക്കുക. എന്തുപറ്റി? ആദ്യത്തേത് ചൂസ് ചെയ്ത പോലെ പറ്റുന്നില്ല അല്ലേ? പഴയതിനേക്കാൾ സമയമെടുക്കുന്നു, നിങ്ങളാകെ കൺഫ്യൂസ്ഡ് ആവുന്നു, ആശയക്കുഴപ്പത്തിലാവുന്നു. അതില്ലേ, ആ ഒരു ആശയക്കുഴപ്പം അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. നോക്കൂ, നിങ്ങളുടെ ബ്രെയിനിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിങ്ങനെ തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻസ് കൊണ്ട് ഓവർലോഡ് ആയിരിക്കുകയാണ്. അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് പറ്റാതെ വരുമ്പോൾ ചിലപ്പോൾ ഫ്രീസായി പോകും. എന്താണ് ചെയ്യേണ്ടത്, എവിടെ നിന്ന് തുടങ്ങണം, ഏത് വഴി തിരഞ്ഞെടുക്കണം എന്നതിന് അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അംബീഷ്യസ് ആണെങ്കിലും ആഗ്രഹമുണ്ടെങ്കിലും നിങ്ങൾക്ക് ലൈഫിൽ എന്തെങ്കിലും ആയിത്തീരണമെന്നുണ്ടെങ്കിലും നിങ്ങളൊന്നും ചെയ്യുന്നില്ല. നിങ്ങളുടെ എനർജിയൊക്കെ ഇങ്ങനെ പല ഭാഗത്തേക്ക് ചെതറി കിടക്കുകയാണ്. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് നല്ല ഫിറ്റായിരിക്കാം, ബോഡി നല്ല ഫിറ്റായിരിക്കാൻ ആഗ്രഹമുണ്ട്. എന്നാൽ അതേസമയം ജങ്ക് ഫുഡ് കഴിക്കുകയും വേണം. രാവിലെ നേരത്തെ എണീക്കണം എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ ഒരുപാട് വൈകിയേ നിങ്ങൾ ഉറങ്ങുള്ളൂ. നിങ്ങൾക്ക് പഠിത്തത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് ഫോക്കസ്ഡ് ആവണമെന്നുണ്ട്, അല്ലെങ്കിൽ ശ്രദ്ധിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ അനാവശ്യമായിട്ട് കൂട്ടുകാരുടെ കൂടെ കറങ്ങി നിങ്ങളുടെ സമയം നഷ്ടപ്പെടുന്നു. ഇപ്പോൾ എന്താ സംഭവിക്കുക? ഒന്നും മുന്നോട്ട് പോയില്ല. നിങ്ങളെ തന്നെ സ്വയം മുദ്രവെത്തും. ഞാനൊരു മടിയനാണ് അല്ലേ? പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മടിയനൊന്നുമല്ല, നിങ്ങൾ സ്റ്റക്കായി പോയതാണ്. ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾ സ്റ്റക്കായി പോയ ആ ഒരു കെണി എങ്ങനെ തകർക്കാമെന്നാണ് പറയാൻ പോകുന്നത്. ഈ ട്രിക്ക് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ഈ മാനസികാവസ്ഥയൊക്കെ മാറി ലൈഫിനൊരു ക്ലാരിറ്റി ഒക്കെ വരും. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ തുടങ്ങല്ലേ. നമ്മൾ വീഡിയോയുടെ ആദ്യം ചെയ്ത ഐസ്ക്രീം പരീക്ഷണം ശരിക്കും US യേൽ യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഒരു പരീക്ഷണമാണ്. പരീക്ഷണത്തിൽ ഗവേഷകർ കൗതുകമുള്ള ഒരു കാര്യം കണ്ടെത്തി. പരീക്ഷണം ഇത് തന്നെയായിരുന്നു. കുട്ടികളെ 2 ഗ്രൂപ്പുകളിലാക്കി 2 ഗ്രൂപ്പിനും ഒരേ ടാസ്ക് കൊടുത്തു. ആദ്യത്തെ ഗ്രൂപ്പിന് 3 ഓപ്ഷൻസിൽ ഐസ്ക്രീം, രണ്ടാമത്തെ ഗ്രൂപ്പിന് 24 തരം ഐസ്ക്രീം. എന്താ സംഭവിച്ചെന്നറിയോ? കൂടുതൽ ഓപ്ഷൻസ് ഐസ്ക്രീം കൊടുത്ത ഗ്രൂപ്പിന് തീരുമാനം എടുക്കാൻ കൂടുതൽ സമയം വേണ്ടി വന്നു. അവരാകെ കൺഫ്യൂസ്ഡായി. ഇനി ചിലർ 2 എണ്ണം തിരഞ്ഞെടുത്തെങ്കിൽ തന്നെ അവർ ആ തിരഞ്ഞെടുപ്പിൽ സംതൃപ്തരായിരുന്നില്ല. അവർക്ക് അവരുടെ തിരഞ്ഞെടുപ്പിൽ എന്താ പറയുക, റിഗ്രറ്റ് തോന്നി. ഇതിനെയാണ് ചോയ്സ് ഓവർലോഡ് എന്ന് വിളിക്കുന്നത്. ഇത് വെറും ഒരു ഐസ്ക്രീമിൻ്റെ കാര്യമല്ല. ഇങ്ങനെയാണ് ഈ ആധുനിക കാലത്ത് നമ്മുടെ ബ്രെയിന് നമ്മുടെ ലൈഫിനെ ഹാൻഡിൽ ചെയ്യുന്നത്. നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ ഒരുപാട് ടാബ്സ് ഇങ്ങനെ ഓപ്പൺ ആക്കി വെക്കാറല്ലേ? അതേപോലെ എന്നും രാവിലെ എണീക്കുമ്പോൾ നമ്മളെ മനസ്സിലുണ്ടാകും ഇങ്ങനെ കുറേ ടാബ്സ് ഓപ്പൺ ആക്കി വെച്ചത്. എന്നിട്ട് ചോദിക്കും, എന്താ ഞാൻ ആദ്യം ചെയ്യുക? പഠിക്കണോ അല്ലെങ്കിൽ ജിമ്മിൽ പോകണോ? ബിസിനസ് ചെയ്യണോ അല്ലെങ്കിൽ ഒരു ജോബ് ഫൈൻഡ് ചെയ്യണോ? തുടർന്ന് പഠിക്കണോ അല്ലെങ്കിൽ വീട്ടുകാർ പറയുന്ന പോലെ കല്യാണം കഴിച്ച് പോകണോ? ഞാൻ അവന് അല്ലെങ്കിൽ അവൾക്ക് മെസ്സേജ് അയക്കണോ അല്ലെങ്കിൽ എല്ലാം ഇതോടുകൂടി നിർത്തണോ? അല്ലേ? നിങ്ങൾ ഒരുപാട് കാര്യം ചെയ്യുന്നതുകൊണ്ടല്ല നിങ്ങളെ ബ്രെയിൻ ഇങ്ങനെ ടയേർഡ് ആവുന്നത്. നിങ്ങൾക്ക് ഈ ടയേർഡ് ഫീലിംഗ് നിങ്ങളുടെ ബ്രെയിന് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തീരുമാനിക്കുന്നതുകൊണ്ടാണ്, ചിന്തിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ടയേർഡ് ഫീലിംഗ്. അങ്ങനെ നിങ്ങളുടെ ബ്രെയിനിന് നിങ്ങൾ കൂടുതൽ ചോയ്സുകൾ കൊടുക്കുമ്പോൾ അതിന് ആക്ട് ചെയ്യാനുള്ള, പ്രവർത്തിക്കാനുള്ള ഊർജ്ജം കുറയും. ഞാനൊരു കാര്യം പറയാം. ലോകത്തിലെ നമുക്ക് മുന്നിലുള്ള സക്സസ്ഫുള്ളായ ആളുകളൊന്നും എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്തിട്ടുള്ളവരല്ല. അവർ ചില കാര്യങ്ങളിൽ മാത്രം, ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നവരാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളെ സ്റ്റീവ് ജോബ്സ് 1997 തന്നെ മുമ്പ് പുറത്താക്കിയ ആപ്പിൾ കമ്പനിയിലേക്ക് അദ്ദേഹത്തെ തിരിച്ചു വിളിക്കുമ്പോൾ 300-ലധികം പ്രോഡക്ട്സ് ആപ്പിളിനുണ്ടായിരുന്നു. അദ്ദേഹം ആദ്യം ചെയ്ത് എന്താണെന്നറിയോ? ആവശ്യമില്ലാത്ത ഈ ലൊട്ടിലൊടുക്ക് സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് നിർത്തി. അദ്ദേഹം അതിനെപ്പറ്റി പറഞ്ഞത് ഫോക്കസ് ഈസ് അബൌട്ട് സെയിങ് നോ എന്നാണ്. ആ തീരുമാനമാണ് അടച്ചുപൂട്ടലിൻ്റെ വക്കിൽ നിന്നും ആപ്പിൾ എന്ന കമ്പനിക്ക് വീണ്ടും ജീവൻ കൊടുത്തത്. ഇനി നമ്മുടെ ഇലോൺ മസ്കിൻ്റെ കാര്യം എടുത്താൽ എല്ലാവരും വിചാരിക്കും അദ്ദേഹം ഒരേ സമയം 10 കമ്പനികൾ നടത്തുന്നുണ്ടെന്നുണ്ട്. എന്നാൽ അങ്ങനെയല്ല. അദ്ദേഹം ഒരേ ഒരു ദൗത്യത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഫ്യൂച്ചർ ഓഫ് ഹ്യൂമാനിറ്റി, മനുഷ്യരാശിയുടെ ഭാവി. അദ്ദേഹത്തിൻ്റെ എല്ലാ കമ്പനികളിലും, ഇപ്പോൾ ടെസ്ല, സ്പേസ് എക്സ്, ന്യൂറാലിങ്ക് എല്ലാം ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് അല്ലേ? അതാണ് ആ സീക്രട്ട്. അവരൊന്നും കൂടുതലായി ചെയ്യുന്നില്ല. അവർ എന്താണ് ആവശ്യമുള്ളത്, എന്താണ് ഇമ്പോർട്ടൻ്റ്, അത് മാത്രം ചെയ്യുന്നു. നമ്മുടെ തലമുറയുടെ അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? ഡിസ്ട്രാക്ഷൻസ്, ശ്രദ്ധ മാറിപ്പോകുന്നത്. ശ്രദ്ധ മാറിപ്പോലെ വളരെ കോമൺ ആയൊരു ടൈമിലാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് അല്ലേ? ഒരു മെസ്സേജ് വന്ന നോട്ടിഫിക്കേഷൻ സൗണ്ട് കേട്ടിട്ട് അത് നോക്കാൻ വേണ്ടി ഫോൺ എടുത്താൽ പിന്നെ നമ്മൾ ആ ഫോൺ താഴെ വെക്കുമ്പോൾ 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും. അതുമാത്രമല്ല, എന്താവശ്യത്തിന് ഫോൺ എടുത്താലും, ഇപ്പോൾ മെയിൽ തുറക്കാനോ അല്ലെങ്കിൽ ഒരു ബാങ്കിൻ്റെ ആപ്പ് തുറക്കാനോ എന്താവശ്യത്തിന് ഫോൺ എടുത്താലും ഡിസ്ട്രാക്ഷൻസ് ആയി. പിന്നെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, സ്നാപ്ചാറ്റ് അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നമ്മളെ സമയം കൊല്ലുന്നു. ശരിയല്ലേ? നമ്മളെന്താ പറയുക, ഒന്നിനും സമയമില്ല എന്ന്. പക്ഷേ സത്യം എന്താണെന്നറിയോ? എല്ലാത്തിനും സമയമുണ്ട്. ആ സമയം ഇങ്ങനെ ലീക്കായി പോവുകയാണ്, ഇങ്ങനെ തുള്ളിയായിട്ട്. ഇത് നമ്മുടെ മുന്നിൽ വരുന്ന 1000 ഡിസ്ട്രാക്ഷൻസിലൂടെ. നിങ്ങൾക്ക് മടിയൊന്നുമില്ല, നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആണ്. നിങ്ങളുടെ മനസ്സ് വ്യതിചലിച്ച് പോവുകയാണ്. നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്.
ഇങ്ങനെ കടന്നു പോകുന്ന ഓരോ ദിവസവും നിങ്ങളുടെ ആത്മവിശ്വാസം സാവധാനം കുറഞ്ഞു വരുന്നു, ആത്മവിശ്വാസം മങ്ങുന്നു, നിങ്ങൾ സ്വയം സംശയിക്കാൻ തുടങ്ങുന്നു. ലൈഫിലെ സക്സസ്, വിജയമൊന്നും എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്ന് നിങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങുന്നു. എന്നാൽ ആ ചിന്ത വെറുതെയാണ്. തീർച്ചയായും നിങ്ങളുടെ ലൈഫിൽ വിജയം ഉണ്ടാവും. നിങ്ങൾ ജയിക്കാൻ വേണ്ടി ജനിച്ചവൻ അല്ലെങ്കിൽ ജനിച്ചവളാണ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ മൂടി നിൽക്കുന്ന ഫോഗ് ഉണ്ടല്ലോ, മൂടൽമഞ്ഞ്, അതൊന്ന് ക്ലിയർ ആക്കുക. അത് മാത്രം ചെയ്താൽ മതി. ഇനി ആ ഫോഗ് ക്ലിയർ ചെയ്ത് മൈൻഡ് ഫോക്കസ്ഡ് ആക്കാൻ പറ്റിയ 3 സിമ്പിൾ സ്റ്റെപ്പുകൾ പറയാം. ഒന്നാമത്തേതാണ് ദ സ്റ്റിക്കി നോട്ട് റൂള്. സ്റ്റിക്കി നോട്ട് അറിയില്ലേ? ഈ സാധനം നമ്മളിങ്ങനെ എന്തെങ്കിലും എഴുതി പറിച്ചൊട്ടിക്കുന്നത്. ഈ റൂൾ വളരെ സിമ്പിളാണ്, പക്ഷേ ഒരു മാജിക് പോലെ വർക്ക് ചെയ്യുകയും ചെയ്യും. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ എന്നും ഉറങ്ങുന്നതിന് മുമ്പ് നാളെ ചെയ്യേണ്ട 3 കാര്യങ്ങൾ ഒരു സ്റ്റിക്കി നോട്ടിൽ എഴുതുക. വെറും 3 എണ്ണം മാത്രം. എന്നിട്ട് ആ സ്റ്റിക്കി നോട്ട് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ബെഡ്റൂമിൽ കണ്ണാടി ഉണ്ടെങ്കിൽ അതിലോ അല്ലെങ്കിൽ ബാത്റൂമിലെ കണ്ണാടിയിലോ കൊണ്ടുപോയി ഒട്ടിക്കുക. നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ നിങ്ങളുടെ ഫോൺ കാണുന്നതിന് മുന്നേ, നോട്ടിഫിക്കേഷൻ കാണുന്നതിന് മുന്നേ കാണേണ്ടത് ഈ നോട്ടാണ്. ആ നോട്ട് നിങ്ങളുടെ ഒരു കോമ്പസായി വർക്ക് ചെയ്യും, ഒരു ദിശാസൂചികയായിട്ട്. ഇത് നിങ്ങളുടെ തലച്ചോറിനോട് പറയുന്നു, ഇതാണ് പ്രയോറിറ്റി, ഇതിനാണ് മുൻഗണന കൊടുക്കേണ്ടത്, ബാക്കിയുള്ളതൊക്കെ അവഗണിച്ചേക്കുന്നു. എഴുതി വെച്ച ആ 3 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ സ്റ്റിക്കി നോട്ട് കളഞ്ഞ് ഒഴിവാക്കുക. ആ ചെറിയ കഷ്ണം പേപ്പറാണ് നിങ്ങളുടെ അന്നത്തെ വിജയശില്പി അല്ലെങ്കിൽ വിജയമന്ത്രം. അടുത്ത സ്റ്റെപ്പാണ് റൈറ്റ്, ഡോണ്ട് ടൈപ്പ്. നിങ്ങളുടെ ജീവിതം ഒരു ഫോണിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്യുന്ന നിർത്തണം എന്ന് പറയും. കാരണം നിങ്ങൾ എന്തെങ്കിലും എഴുതാൻ വേണ്ടി നിങ്ങളുടെ ഫോണിൻ്റെ നോട്ട് ആപ്ലിക്കേഷൻ തുറക്കുമ്പോൾ നിങ്ങളൊരു 100 ഡിസ്ട്രാക്ഷൻസിൻ്റെ വാതിലും കൂട്ടിയാണ് തുറക്കുന്നത് അല്ലേ? ഒരു നോട്ടിഫിക്കേഷന്, ഒരു മെസ്സേജ്, ഒരു സ്ക്രോള്, കഴിഞ്ഞു. നിങ്ങളുടെ ശ്രദ്ധ പോയി, ഫോക്കസ് പോയി. അതിന് പകരം കാര്യങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക, ഒരു നോട്ട് ബുക്ക് വാങ്ങുക, അല്ലെങ്കിൽ ഒരു ഡയറി. അതിൽ നിങ്ങളുടെ ഐഡിയകൾ എഴുതി വയ്ക്കുക, ചിന്തകൾ എഴുതി വയ്ക്കുക, പ്ലാനുകൾ എഴുതി വയ്ക്കുക. കൈകൊണ്ട് എഴുതുമ്പം അത് നിങ്ങളൊന്ന് സ്ലോ ഡൗൺ ചെയ്യും. അത് നിങ്ങളുടെ മനസ്സിനെ ആ കാര്യത്തെപ്പറ്റി വ്യക്തമായി ചിന്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു, സഹായിക്കുന്നു. നമ്മുടെ ലിയനാർഡോ ഡാവിഞ്ചി മുതൽ ഇലോൺ മസ്ക് വരെ ഇങ്ങനെ നോട്ട്സ് കൈകൊണ്ട് എഴുതുമായിരുന്നു ഇത്രേ. നിങ്ങളുടെ നോട്ട് ബുക്ക് ഉണ്ടല്ലോ അല്ലെങ്കിൽ ഡയറി, അത് നിങ്ങളുടെ സെക്കൻഡ് ബ്രെയിൻ എന്നാണ് പറയുക. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. 3ാമത്തെ സ്റ്റെപ്പാണ് ദ ഡീപ്പ് വർക്ക് അവർ. ഇത് നമ്മളെല്ലാവരും മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. നിങ്ങൾക്ക് ഒരു ദിവസം ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും ഡീപ്പ് വർക്കിന് ആവശ്യമാണ്. ഫോണില്ല, മൾട്ടി ടാസ്കിംഗ് ഇല്ല, യാതൊരുവിധ ഇൻറ്ററപ്ഷൻസും തടസ്സങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സമയം തന്നെ എടുക്കുക. ഇപ്പോൾ പറയുകയാണെങ്കിൽ വൈകുന്നേരം 7 മുതൽ 8 വരെ, അല്ലെങ്കിൽ 8 മുതൽ 10 വരെ. വീട്ടിലെ മറ്റുള്ളവരോട് പറയുക, എന്നെ ഈ സമയത്ത് ഡിസ്റ്റർബ് ചെയ്യരുത്, എന്നെ ഒന്നിനും വിളിക്കരുതെന്ന്. ഫോൺ വേറെ റൂമിൽ കൊണ്ടുപോയി വയ്ക്കുക, സൗണ്ടും വൈബ്രേഷനും ഒക്കെ ഓഫാക്കി വയ്ക്കുക, അല്ലെങ്കിൽ ഫോൺ തന്നെ ഓഫാക്കി വയ്ക്കുക. ആ 1 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ 2 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ പണി എന്താണെന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന കാര്യങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് അർത്ഥം തരുന്ന കാര്യങ്ങളിൽ ആഴത്തിൽ പ്രവർത്തിക്കുക. അത് ചിലപ്പം പഠനമാവാം, ഒരു ബിസിനസ് പ്ലാൻ ഉണ്ടാക്കി അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യലാവാം, എഴുത്താവാം, എഡിറ്റിംഗ് ആവാം, അങ്ങനെ എന്തും ആവാം. ഇങ്ങനെ 1 മണിക്കൂർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നെങ്കിൽ, ഞാൻ ഫുൾ ബിസിയാടാ എന്ന് പറഞ്ഞിട്ടും ഒന്നും ചെയ്യാത്ത, എവിടെയും എത്തിപ്പെടാത്ത 99% ആളുകളെയും നിങ്ങൾക്ക് മറികടക്കാം. കാരണം തിരക്കിലായിരിക്കുന്നതും പ്രൊഡക്റ്റീവായിരിക്കുന്നതിലും ഒരുപാട് മാറ്റമുണ്ട്. എൻ്റെ ഒരു കഥ പറയാം. കഴിഞ്ഞ കൊല്ലം ഞാൻ സൗത്ത് അമേരിക്കൻ രാജ്യമായ പെറുവിൽ ഒരു ട്രക്കിങ്ങിന് പോയിരുന്നു. അവിടുത്തെ കുസ്കോ എന്ന സ്ഥലത്തെ മനോഹരമായ റെയിൻബോ മൗണ്ടൻ കാണാൻ. ഏകദേശം 6000 അടി ഉയരത്തിലാണ് അത് കയറേണ്ടത്. കുത്തനുള്ള കയറ്റവും ഓക്സിജൻ കുറവായതുകൊണ്ട് ശ്വാസം കിട്ടാത്ത അവസ്ഥയും ഈ ആൾട്ടിറ്റ്യൂഡ് സിക്നസ്സും എല്ലാം കൂടി നല്ലോണം കഷ്ടപ്പെട്ടാണ് കയറി പോകുന്നത്. നിരപ്പായ വഴികളാണ്. പക്ഷേ പ്രശ്നം വെച്ചാൽ ഈ കയറ്റവും ഓക്സിജൻ കിട്ടാത്തൊരു അവസ്ഥയുണ്ടല്ലോ, അതാണ് പ്രശ്നം. അപ്പോൾ ഉണ്ട് ഒരു 10-65 വയസ്സുള്ള ഒരു സ്ത്രീ ഈസി ആയിട്ട് എന്നെ ഓവർടേക്ക് ചെയ്ത് കയറി പോകുന്നു. കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ അവിടെ ഈ അൽമാക്ക എന്ന ജീവി ഉണ്ടാവും. ഇവരതിൻ്റെ അടുത്ത് പോയി ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ പോയി സംസാരിച്ചപ്പോൾ ഫ്രണ്ട്ലി ആയതുകൊണ്ട് ഞാൻ ചോദിച്ചു, അങ്ങനെ എത്ര ഈസി ആയിട്ട് കയറി പോകുന്നതെന്ന്. അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ മല കയറുമ്പോൾ ഇനി എത്ര ദൂരം കയറണമെന്ന് ഞാൻ ചിന്തിക്കാറില്ല, അടുത്തൊരു സ്റ്റെപ്പിൽ മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ എന്ന്. ഞാൻ എൻ്റെ ബ്രെയിനോട് 3 മണിക്കൂർ കയറണം എന്നൊക്കെ പറഞ്ഞാൽ അത് പാനിക്കാവും, അത് നമ്മളിൽ പേടി ഉണ്ടാക്കും. പേടി നമ്മൾ കയറാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മളെ ടയേർഡാക്കും. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, 1 സ്റ്റെപ്പ് കൂടി, ഇനി 1 സ്റ്റെപ്പ് കൂടിയെന്ന്. നിങ്ങൾക്കറിയോ എന്തുകൊണ്ടാണ് മിക്ക ആളുകളും ഒരു കാര്യം തുടങ്ങാത്തതെന്ന്? അവർക്ക് മുഴുവൻ പ്ലാനും പെർഫെക്റ്റ് ആയിരിക്കും തുടങ്ങുന്നതിന് മുന്നേ തന്നെ. ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കുന്നതിന് മുന്നേ മുഴുവൻ സ്റ്റെയർ കേസും കാണണം. പക്ഷേ ജീവിതം അങ്ങനെയല്ല വർക്ക് ചെയ്യുന്നത്. നിങ്ങളൊരു സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ അടുത്ത സ്റ്റെപ്പ് ഓട്ടോമാറ്റിക്കായി നിങ്ങളുടെ മുന്നിൽ തെളിയും. നിങ്ങളൊരു കാര്യത്തെപ്പറ്റി അമിതമായി ചിന്തിക്കുമ്പോൾ അത് നിങ്ങളുടെ ഒരു മനസ്സിലൊരു ഭയം ഉണ്ടാക്കും. പക്ഷേ നിങ്ങൾ ചെയ്യാൻ തുടങ്ങിയാൽ ഭയം ഓട്ടോമാറ്റിക്കായി പോവും, അപ്രത്യക്ഷമാവും. ഫിയർ കാൺ സർവൈവ് ഇൻ മോഷൻ എന്നാണ് പറയുക. അപ്പോൾ ഇനി മുതൽ ഞാൻ പരാജയപ്പെട്ടു പോയാലോ എന്ന് ചോദിക്കുന്നതിന് പകരം ഞാൻ പറന്നാലോ എന്ന് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയോ?
നിങ്ങൾ പേടി കാരണമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടോ വൈകിക്കുന്ന ആ കാര്യം ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സ്റ്റെപ്പ് ഇപ്പോൾ ചെയ്യുക, ഇന്ന് ചെയ്യുക. നിങ്ങൾക്ക് 5 പേജ് എഴുതാനുണ്ടോ? ഒരു പേജ് എഴുതുക. ജിമ്മ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് കുറേ ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ? 10 പുഷപ്പ് ചെയ്യുക. 2 മണിക്കൂർ പഠിക്കണോ? 15 മിനിറ്റ് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുക. ആ വലിയ മല കയറുന്ന കാര്യം ചിന്തിക്കുക വേണ്ട, അടുത്ത സ്റ്റെപ്പ് വെക്കുന്നതിനെ പറ്റി മാത്രം ചിന്തിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യല്ലേ? എന്നാൽ ഞാൻ ഇന്ന് തുടങ്ങും, ഐ വിൽ സ്റ്റാർട്ട് ടുഡേ എന്ന് കമൻറ്റ് ഇട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഈ വീഡിയോ കേൾക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഹാപ്പി ആയിരിക്കുക.